തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം. നാളെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജനവിധി മാനിക്കാനാണ് അസാധാരണ തീരുമാനമെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ അനുമതി. ഹൈക്കോടതി വിധിയെ BJP സ്വാഗതം ചെയ്തു. എന്തായാലും നാളെ 11 മണിക്ക് മുമ്പ് നാളെ 10 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് കോടതി പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വളരെ മുമ്പ് തന്നെ അവിടെ എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാകാൻ പോകുന്നില്ല. 101 പേര്, ഞാൻ പറയുന്നത് 101 പേരിൽ ആരും തന്നെ അയോഗ്യരാകാൻ പോകുന്നില്ല. എല്ലാവരെയും ഭരണസമിതി ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ്, ജീവനക്കാർ എല്ലാവരും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ശ്യാം ദേവരാജുണ്ട്. അസാധാരണമായ സാഹചര്യമാണ് അല്ലേ ശ്യാം? BJPയെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി. ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ BJP കൗൺസിലർ ആർ സുഗതനാണ്, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറായ ആർ സുഗതനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. ആ ഹൈക്കോടതി വിധിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി നിയമത്തിൽ വിലക്കില്ല. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതാണ് കോടതിയുടെ കടമ. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണം. അസാധാരണ സാഹചര്യങ്ങളിൽ കോടതിക്ക് അസാധാരണമായ തീരുമാനമെടുക്കാം എന്നുകൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. ജനവിധി മാനിക്കാനാണ് അസാധാരണ തീരുമാനമെന്ന് കൂടിയാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് പ്രവേശനം. സർക്കാരിന്റെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്കും ജയിലിനുള്ളിലേക്ക് പ്രവേശനം നൽകാമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപാണ് കേസുകളിൽ ആർ സുഗതൻ പ്രതിയായത്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലൂടെ ആർ സുഗതൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. കരുതൽ തടങ്കലിലുള്ളവരെ പുറത്തുവിടാനാവില്ല എന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ഈ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.